കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് ഷൈനി എന്ന ഒരു സഹോദരി തൻ്റെ 2 പെൺമക്കളെ ചേർത്ത് 3 പേരും കൂടി ആത്മഹത്യ ചെയ്തു. ഈ വാർത്ത യഥാർത്ഥത്തിൽ നമ്മുടെ പത്രങ്ങളോ മാധ്യമങ്ങളോ വേണ്ടത്ര ആദ്യം എടുത്തില്ല എന്ന പരാതിയാണ് എനിക്കുള്ളത്. കാരണം ഇതിൻ്റെ പിന്നിലേക്ക് പോയാൽ പലർക്കും അസുഖകരമായ പല കാര്യങ്ങളും ഉണ്ടാകും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ 3 പേരുടെ ആത്മഹത്യ, 2 പെൺകുട്ടികളും അമ്മയും അടക്കമുള്ള ആത്മഹത്യ എന്തുകൊണ്ട് നമ്മളൊരു ചർച്ച പോലും ആക്കിയില്ല എന്ന് ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കഥകൾ ഇപ്പോൾ കുറേശ്ശെയായി പുറത്തു വരുന്നു. ആരൊക്കെയാണ് പ്രതികൾ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ കേരളീയ പൊതുസമൂഹം മുഴുവൻ പ്രതികളാണ് എന്ന് പറയേണ്ടി വരും. ഞാനും നിങ്ങളും മാധ്യമങ്ങളും ഭരണകർത്താക്കളും സഭാ നേതാക്കളും ഒക്കെ കുറ്റക്കാരാണ് എന്ന് പറയേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നമുണ്ടായാൽ ഒരു വീട്ടമ്മ ആരോടാണ് പറയേണ്ടത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ആദ്യം പറയേണ്ടത് സ്വന്തം ഭർത്താവിനോടാണ്. ആ കുടുംബത്തിന്റെ ആ ഷൈനിയുടെ ഫോൺ കിട്ടി എന്ന് പറയും. ഷൈനിയുടെ ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പലതും വളരെ ഞെട്ടിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അവർക്ക് വലിയ കടബാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കടബാധ്യതയില്ലാത്ത മധ്യവർഗ കുടുംബങ്ങൾ വളരെ കുറവാണ്. അത് സാധാരണ സ്വയം വീടിനകത്ത് അത് ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് വീട്ടിലെ ഭർത്താവാണ്. ഇവരുടെ ഭർത്താവ് അതിനൊരിക്കലും തയ്യാറായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബശ്രീ വായ്പയുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബശ്രീ പ്രവർത്തകയോട് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു നിന്ന് മനസ്സിലാവുന്നത് ഒന്നാമത്തെ കാര്യം അതാണ്. കടബാധ്യത അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ മുമ്പോട്ട് പോകാൻ ഭർത്താവിൽ നിന്ന് ഒരു സഹായവും ഇവർക്ക് കിട്ടിയില്ല. ഭർത്താവ് ഏതാണ്ട് ഉപേക്ഷിച്ച പോലെ അയാൾ കൈവിട്ടുപോയി. പക്ഷേ അതിനേക്കാളൊക്കെ ഭീകരം നമ്മൾ പറയുന്നത് ഇവരുടെ ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉപയോഗിച്ച് പുരോഹിതൻ വരെ ഇവരെ ചൂഷണം ചെയ്തിരുന്നു എന്നാണ്. നമുക്കറിയാം, പുരോഹിതരെ നമ്മുടെ വലിയ തോതിൽ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനിടയിലും നിരവധി പള്ളിയിലെ അച്ഛന്മാർ, പല സഭയിൽപ്പെട്ട അച്ഛന്മാർ, പുരോഹിതന്മാർ ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിരവധി അവിഹിത കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. ചിലരൊക്കെ അത് ഉപേക്ഷിച്ച് കല്യാണം കഴിച്ചവരുമുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല, അതും മര്യാദക്കാരൻ. അല്ലാതെ അവിഹിത ഗർഭം ഉണ്ടാവുക, അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ പുരോഹിതന്മാർ, പ്രത്യേകിച്ചും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാർക്ക് അവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് അവര് ഇതിൽ പ്രതികളാവുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊരു ബിഷപ്പ് വരെ ഒരു ഘട്ടത്തിൽ ബലാത്സംഗ കേസിൽ പ്രതിയായി കേരളത്തിൽ നിന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ നമ്മൾ സമീപിക്കുമ്പോൾ എന്താണ് ഈ കുടുംബത്തിന്റെ പ്രശ്നം? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഭർത്താവ് അല്ലെങ്കിൽ അവർക്ക് പറയാൻ കഴിയുന്നത് അവരുടെ മത സംഘടനയോടാണ്, മതവിഭാഗത്തോടാണ്, പുരോഹിതനോടാണ്. ഇവിടെ ഏറ്റവും വിശ്വസ്തനായിരിക്കേണ്ട, ഭർത്താവ് കഴിഞ്ഞാൽ വിശ്വസ്തനായിരിക്കേണ്ട പുരോഹിതൻ തന്നെയാണ് ഈ കേസിലെ പ്രധാന പ്രതി എന്നാണ് പറയുന്നത്. പുരോഹിതൻ ഇവരെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ കേൾക്കുന്നത് ഇവരെ മാത്രമല്ല, ചെറിയ പെൺകുട്ടികളെ പോലും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. ഏതായാലും അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ പുരോഹിതൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു വലിയ ഘടനയുടെ, മതസംഘടനയുടെ സംരക്ഷണയിൽ ജീവിക്കുന്ന ആളാണ്. അവിടെയാണ് പ്രശ്നം. ഒരു പുരോഹിതനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ വളരെ വിഷമമാണ്. അത് കാരണം അത്ര ശക്തമായി ആളുകൾ പുറത്തേക്ക് വന്നില്ലെങ്കിൽ, ഈ സഹോദരി പോരാടാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ അത് വേറെ തരത്തിലായിപ്പോയി. ഇത് പുറത്തു പറയുകയും പോരാടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ കൊന്നുകളഞ്ഞാൽ, അല്ലാതെ കൊന്നുകളഞ്ഞാൽ. നമുക്ക് ചില കേസുകളൊക്കെ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ ആരാണ് ഷൈനിയുടെയും കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ, അവിടെ ഇന്ന് ഒരു തൃശ്ശൂരിലെ മറ്റൊരു സഭയുടെ ലേഖനത്തിൽ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് സഭ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്നാണ്. സഭ ഒന്നാം പ്രതിയാണ്. കാരണം തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്താൽ, മതം എന്ന് പറഞ്ഞാൽ മതം ഒരു സംഘടന എന്ന രൂപത്തിൽ പരസ്പരം സഹായിക്കാനും രക്ഷിക്കാനുള്ളതല്ലേ. ഇവിടെ ആ മതം ആ കടമ ചെയ്തില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും എല്ലാ ഞായറാഴ്ചയും വന്ന് പള്ളിയിൽ വന്ന് സംസാരിക്കുന്നു, കുടുംബ സന്ദർശനങ്ങൾ നടത്തുന്നു, കുടുംബയോഗങ്ങൾ നടത്തുന്നു, കുടുംബ യൂണിറ്റുകൾ, അങ്ങനെ പല പരിപാടികളുമുണ്ട്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ഒരു ദുരന്തത്തിലാണ് നിൽക്കുന്നത് എന്ന് മതസംഘടനകൾ അറിഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ പോട്ടെ, ഇവരത്ര വലിയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളല്ല എന്നുള്ളതുകൊണ്ട് അറിയില്ല. എങ്കിൽ പോലും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് അറിയേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഇത് അറിയേണ്ടതായിരുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാ സാമൂഹ്യ സംവിധാനങ്ങളും പരാജയപ്പെട്ടില്ലേ? ഒരു കുടുംബത്തിന് മുമ്പിൽ, ഒരു സ്ത്രീക്ക് മുമ്പിൽ, അവരുടെ 2 പെൺമക്കളെ കൂടി ചേർത്ത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പിൽ എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടില്ലേ?
ഇനി ഞങ്ങൾക്ക് വഴിയില്ല എന്ന് ആ ചെറിയ കുട്ടികൾക്ക് പോലും തോന്നണമെങ്കിൽ എന്തായിരിക്കും അതിനർത്ഥം? അമ്മ ഞങ്ങൾ കുട്ടികളെ കൊല്ലാൻ പോകുമ്പോൾ കുട്ടികളെ കൊല്ലുക മരിക്കുക എന്താ നമുക്കറിയില്ല, അവർ തയ്യാറായിട്ടായിരിക്കും, പക്ഷേ തയ്യാറാണെങ്കിലും കൊലപാതകം തന്നെയാണ് ആ അർത്ഥത്തിൽ. അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാമൂഹ്യ ഘടന എത്തി നിൽക്കുന്നു. ഒരു വശത്ത് മദ്യവും മയക്കുമരുന്നും മറ്റു പോലെയുള്ള ആഭാസങ്ങളും, മറുവശത്ത് വലിയ തോതിലുള്ള വയലൻസ്, സ്ത്രീകൾക്കെതിരെ, ദരിദ്രർക്കെതിരെ, ദുർബലർക്കെതിരെ ഒക്കെ വലിയ തോതിലുള്ള വയലൻസ് കേരളത്തിൽ നടക്കുന്നു. അത് സഹിക്കവയ്യാതെ ആണ് സഹോദരി കുട്ടികളോടൊപ്പം ആത്മഹത്യ ചെയ്തതെങ്കിൽ കേരളം നമ്പർ 1 ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ വലിയ വലിയ പുഴുക്കുത്തുകൾ വീണിരിക്കുന്നു. ഇത് കണ്ടെത്താനോ ഇത് പരിഹരിക്കാനോ നമ്മുടെ സർക്കാരുകൾക്കോ രാഷ്ട്രീയ കക്ഷികൾക്കോ സാമൂഹ്യ സംഘടനകൾക്കോ മതസംഘടനകൾക്കോ ഒന്നും കഴിയുന്നില്ല എന്നിടത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഷൈനിയും 2 കുട്ടികളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. ഇത് തിരുത്താൻ നാം തയ്യാറാവുമോ? നമ്മളെല്ലാം സ്വന്തം വീട്ടിനകത്ത് സ്വന്തം മൊബൈൽ ഫോണിലും സ്വന്തം ടിവിയിലും മാത്രം ഒതുങ്ങി ജീവിക്കുന്നവരാണോ? മറ്റുള്ളവന്റെ ദുഃഖം കാണാൻ ഉള്ളൂരിന്റെ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അടുത്തിരിപ്പോർ അനുജനെ ഓർക്കാൻ അക്ഷികളില്ലാത്തോർ. തന്റെ അടുത്തിരിക്കുന്ന ഒരു അനുജനെ കാണാൻ കക്ഷികളില്ലാത്തവർക്ക് രൂപമില്ലാത്ത അരൂപൻ ആയ ഈശ്വരനെ, ദൂരെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ആ ഈശ്വരനെ എങ്ങനെ കാണാനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളീയ സമൂഹം ഇപ്പോൾ ചോദിക്കുന്നത് ഉള്ളൂരിന്റെ ആ വരികൾ തന്നെയാണ്.